ആ ഗോവണിയുടെ താഴെയുള്ള ഒഴിഞ്ഞ സ്ഥലത്തെ കബോർഡ് പണിതു. മുറിയുടെ കോർണറിൽ ഒഴിഞ്ഞു കിടന്നിടത്ത് ഒരു ബുക്ക് ഷെൽഫ് ഉണ്ടാക്കി. വീട് പണിയുമ്പോൾ പലരും അഭിമാനത്തോടെ ഇതൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലെ? ഒരു വീട് പണിയുമ്പോൾ വീടിന്റെ മുക്കും മൂലയും ഉപയോഗപ്രദമായ രീതിയിൽ സ്ഥലം നഷ്ടമാകാതെ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് ഓരോരുത്തരും ചിന്തിക്കാറുണ്ട്. പക്ഷെ നാടിന്റെ വികസന പ്രവർത്തനത്തിൽ ഇത്തരം ഒരു ചിന്ത ആദ്യമാണ്. പാലങ്ങളുടെ അടിയിലും വഴിവക്കിലുമായി എത്ര പൊതുസ്ഥലങ്ങളാണ് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടവും നായ്ക്കളുടെ ശല്യവും ഒക്കെ കൊണ്ട് കാട് പിടിച്ച് ഒഴിഞ്ഞു കിടക്കുന്നത്. ആ സ്ഥലങ്ങളെ പ്രയോജനപ്പെടുത്തി പുതിയ നവീകരണ പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക എന്നത് ഒരു പക്ഷേ പുതിയ ആശയമായിരിക്കില്ല. പക്ഷേ അതിനു കഴിഞ്ഞ കാലങ്ങളിലൊന്നും മുന്നിട്ടിറങ്ങാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നത് വാസ്തവമാണ്. എന്നാൽ ഇപ്പോൾ അതിനൊരു മാറ്റം വരാൻ പോകുന്നു. മാറ്റത്തിന്റെ തുടക്കം കൊല്ലത്ത് നിന്നാണ്. വെറുതെ കിടക്കുന്ന സ്ഥലങ്ങൾ ഇനി വിനോദ കേന്ദ്രങ്ങളാകുന്നു. പുതിയ കാലത്തിനൊപ്പം മുന്നേറാനുള്ള മാറ്റങ്ങൾക്ക് കേരളം തുടക്കം കുറിക്കുകയാണ്. അതിന്റെ തുടക്കം എന്നോണം പാലങ്ങൾക്കടിയിൽ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങൾ നവീകരിച്ച് നടപ്പാതകൾ, കളിസ്ഥലങ്ങൾ, വ്യായാമ കേന്ദ്രങ്ങൾ, ഫുഡ് കിയോസ്കുകൾ തുടങ്ങിയ സൗകര്യങ്ങളുള്ള പാർക്കുകളാക്കി മാറ്റുന്നു. അങ്ങനെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിരുന്ന പല സ്ഥലങ്ങളും ഒത്തുകൂടുന്നതിനും ഉല്ലാസത്തിനുമുള്ള ഇടങ്ങളായി മാറുകയാണ്. പൊതുമരാമത്ത് വകുപ്പും ടൂറിസം വകുപ്പും ചേർന്നാണ് ഈ നൂതന പദ്ധതി നടപ്പിലാക്കുന്നത്. കൊല്ലം SN കോളേജിന് സമീപത്തെ മേൽപ്പാലത്തിന് താഴെയുള്ള സ്ഥലം നവീകരിച്ച് ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. നമുക്കൊരുമിച്ച് നമ്മുടെ നാട്ടിൽ നല്ല മാറ്റങ്ങളെ കൊണ്ടുവരാം എന്ന ആശയത്തിന്റെ ഭാഗമായാണ് ഇത്തരം പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ പോകുന്നത്. ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിലിൽ മനുഷ്യർക്കെല്ലാം മാനസികമായി യുവത്വത്തിലെ തന്നെ വാർദ്ധക്യം ബാധിക്കുകയാണ്. ഒത്തുകൂടലുകളും തിരക്കൊഴിഞ്ഞ് സമാധാനമായി പ്രകൃതിയോടുണങ്ങി ഇരിക്കുന്ന നേരങ്ങളും മനുഷ്യനെ കുറച്ചൊന്നുമല്ല റിഫ്രഷ് ആക്കി വെക്കുന്നത്. പക്ഷെ അതിനു പറ്റിയ ഇടങ്ങൾ അരികിൽ ഇല്ലാത്തതാണ് പലരെയും വീടിന്റെ അന്തരീക്ഷത്തിൽ തന്നെ തളച്ചിടുന്നത്. ഇങ്ങനെ ഒത്തുകൂടാനുള്ള ഇടങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെയാണ് മനുഷ്യൻ വീണ്ടും സാമൂഹിക ജീവിയായി മാറുന്നത്. ഇപ്പോൾ പലപ്പോഴും മനുഷ്യൻ അണുകുടുംബ ജീവികൾ മാത്രമായി തീരുന്നുണ്ട്. അത് മനുഷ്യന്റെ സമൂഹവുമായി ഇടപെടാനും ചേർന്ന് പോകാനുമുള്ള മാനസികാരോഗ്യത്തെ ബാധിക്കും. മാത്രമല്ല, സ്വാർത്ഥതയുടെയും ഒറ്റപ്പെടലിന്റെയും വിളനിലമായി മനുഷ്യൻ ഒതുങ്ങിപ്പോകും. സമൂഹത്തിൽ ഇന്ന് കൂടി വരുന്ന പല അതിക്രമങ്ങൾക്കും ഒരു കാരണം ഇതും കൂടിയാണ്. ഒഴിഞ്ഞുകിടക്കുന്ന വഴിയരികിലെല്ലാം വിശ്രമ കേന്ദ്രങ്ങളും മനോഹരമായ ഇടങ്ങളും ഉണ്ടാകുന്നത് നാടിനെ മാത്രമല്ല മനുഷ്യന്റെ മാനസികാരോഗ്യത്തെ കൂടി വളർത്തും. കൊല്ലം ടൗൺ ഹാളിന് എതിർവശത്തിലുള്ള റെയിൽവേ മേൽപ്പാലത്തിനടിയിൽ ഒരുക്കിയ ബി പാർക്ക് ഇന്ന് രാവിലെ 10:30 ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിക്കും. സംസ്ഥാനത്തെ മേൽപ്പാലങ്ങളുടെ അടിവശം സൗന്ദര്യവൽക്കരിക്കുന്ന പദ്ധതികളിൽ ആദ്യത്തേതാണ് SN കോളേജ് ജംഗ്ഷന് സമീപം യാഥാർത്ഥ്യമാകുന്നത്. ടൂറിസം വകുപ്പ് 2 കോടി രൂപ ചെലവിട്ടാണ് പാർക്ക് ഒരുക്കിയത്. ഉപയോഗപ്പെടാതെ കിടക്കുന്ന പ്രദേശങ്ങൾ ജനസൗഹൃദ മാതൃക പൊതു ഇടങ്ങളായി മാറ്റിയെടുക്കുക എന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായാണ് പദ്ധതി ആവിഷ്കരിച്ചത്. ഇതൊരു തുടക്കമാകട്ടെ, കാടുകളെല്ലാം പൂന്തോട്ടങ്ങളാകട്ടെ.